നമസ്കാരം. സ്പർശശക്തി ചികിത്സ. സ്പർശശക്തി ചികിത്സ എന്നാൽ ഒരു രോഗിയെ നമ്മൾ സ്പർശിക്കുമ്പോൾ രോഗി സുഖം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. രോഗം എന്നാൽ വൈഷമ്യം, അതൊരു എനർജിയുടെ ഡീവിയേറ്റഡ് ഫോമാണ്. സ്വന്തം ശരീരത്തിലുള്ള വൈറ്റൽ ഫോഴ്സ്, അതിലുണ്ടാകുന്ന ക്രമഭംഗമാണ് രോഗം. അപ്പോൾ ഈ സ്പർശ ചികിത്സ കൊണ്ട്, സ്പർശശക്തി കൊണ്ട് രോഗത്തെ മറികടക്കാനുള്ള മാർഗങ്ങൾ അതിപുരാതന കാലം മുതൽ മനുഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. നമുക്കറിയാം, ഒരു കുട്ടി കരയുമ്പോൾ ഓടി വന്ന് അതിൻ്റെ അമ്മ എടുത്തു കഴിയുമ്പോൾ കരച്ചിൽ നിർത്തുന്നു. അപ്പോൾ എന്തോ ഒരു എനർജി കൈകളിലൂടെ ശിശുവിലേക്ക് പകരുന്നത് കൊണ്ടാണ്, ഒരു സൂത്തനിങ് എഫക്റ്റ് കിട്ടുന്നതുകൊണ്ടാണ് കുട്ടിയുടെ കരച്ചിൽ നിർത്തിയത് ശാന്തമാകുന്നത്. എന്നതുപോലെ തന്നെയാണ് ഒരു രോഗി കരയുമ്പോൾ, രോഗിയെ സ്പർശിക്കുമ്പോൾ രോഗിയിലേക്ക് എന്തോ പകർന്നു പോകുന്നത് എന്താകട്ടെ, അത് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിയാണ്, ജീവശക്തി പ്രവാഹം. അപ്പോൾ ഈ ജീവശക്തി പ്രവാഹത്തെക്കുറിച്ചുള്ള പല അന്വേഷണങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്, മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രഭാവലയങ്ങളുണ്ട്, ഓറയുണ്ട്. ഈ ഓറ എനർജിയെ സ്വീകരിക്കുകയും ഫിസിക്കൽ ബോഡിയിലെ രോഗത്തെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഓറയെക്കുറിച്ചൊക്കെ പല വിവരണങ്ങളും പല ക്ലാസ്സുകളും നമ്മൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. സ്പർശശക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ബോഡിയിലേക്ക് ഒരു സ്പർശം സംഭവിക്കുമ്പോൾ ഏത് രീതിയിലുള്ള മാറ്റമാണ്, വ്യതിയാനമാണ്, എന്താണ് ഈ ശരീരത്തിൽ അന്നേരം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അതായത് പ്രധാനമായിട്ട് തലച്ചോറിൽ നിന്നുള്ള 4 ഹോർമോണുകളുടെ സെക്രേഷൻ ദ്രുതഗതിയിൽ ആകുന്നു എന്നുള്ളതാണ്. സുഖം പ്രദാനം ചെയ്യുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കഴിവ് ഈ സ്പർശശക്തിക്കുണ്ട് എന്നുള്ളതാണ്. സുഖം പ്രദാനം ചെയ്യുന്ന ഹോർമോണുകൾ 4 ഹോർമോണാണ്: ഡോപ്പോമിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ. അപ്പോൾ ഡോപ്പോമിൻ കൂടുതലായിട്ട് സെക്രേറ്റ് ചെയ്യും. വേദന നിവാരണിയായ എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോണും സെക്രേറ്റ് ചെയ്യും. അതുപോലെ സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ എന്നിങ്ങനെ 4 തരത്തിലുള്ള വെൽനസ് ഹോർമോണുകളെ ദ്രുതഗതിയിൽ പ്രകോപിപ്പിച്ച്, ഉത്തേജിപ്പിച്ച് ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. പ്രോബയോട്ടിക്കുകളുടെ ഉൽപ്പാദനവും തത്സമയം സംഭവിക്കും. അങ്ങനെയാണ് ഒരൊറ്റ സ്പർശത്തിൽ തന്നെ ഈ രോഗം മറികടക്കുന്നത്, രോഗമില്ലാതെ ആകുന്നത്. അങ്ങനെ ദ്രുതഗതിയിൽ ഉണ്ടാകുന്ന ഈ ഹോർമോൺ സെക്രേഷൻ്റെ ഫലമായിട്ടാണ് വ്യക്തിയിൽ ഹീലിംഗ് സംഭവിക്കുന്നത്. ഹീലിങ്ങും ക്യൂറിങ്ങും രണ്ടും രണ്ടാണ്. ക്യൂറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണപ്പെടുന്ന സിംറ്റത്തെ മരുന്ന് കഴിക്കുമ്പോൾ അത് അപ്രത്യക്ഷമാകുന്നു. ദെൻ അനദർ സിംറ്റം എറൈസ് ചെയ്യും. താൽക്കാലികമായിട്ടുള്ള ഒരു മാറ്റം മാത്രമാണ് ബോഡിയിൽ അന്നേരം സംഭവിക്കുന്നത്. ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമഗ്രമായ മാറ്റമാണ് സംഭവിക്കുന്നത്. അതായത് ഹ്യൂമൻ ബീയിങ് ആസ് എ ഹോൾ എന്നുള്ള സമഗ്രത, ബോഡി മൈൻഡ് സോൾ ഇക്വിലിബ്രിയം എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ മൂല കാരണം, ഈ ദുരാവസ്ഥ, രോഗമുണ്ടാകാനുള്ള കാരണത്തെ മാറ്റിക്കളയുന്ന ആ ഒരു പ്രതിഭാസത്തിനാണ് സ്പർശശക്തി ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ സ്പർശശക്തി ചികിത്സയ്ക്ക് സാധാരണ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു യുനാനിമസ് നെയിമാണ് റെയ്ക്കി. റേ കി എന്നീ 2 ഘടകപദങ്ങൾ ചേർത്തിട്ടാണ് അതുണ്ടായിട്ടുള്ളത്. റേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ്, കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഫോഴ്സ്, പ്രപഞ്ച ജീവശക്തി എന്നാണ്
റെയ്ക്കി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൈവെള്ളകളിലൂടെയാണ് അത് കടന്നു വരുന്നത്, ഈ പ്രപഞ്ച ജീവശക്തി. അപ്പോൾ അത് നമ്മൾ സ്പർശിക്കുമ്പോൾ, നമ്മളെ തന്നെ സ്പർശിക്കുമ്പോൾ നമ്മളുടെ തലച്ചോറിൽ നിന്ന് ഹൈപ്പോ തലാമസും തലാമസും ആക്ടിവൈസ് ആവും. അങ്ങനെ അത് രണ്ടും ആക്ടിവൈസ് ആയി പിനിയൽ ഗ്ലാൻഡ് ഹോർമോൺ സെക്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹോർമോൺ തനിയെ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലായി കഴിഞ്ഞാൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് വളരെ വേഗത്തിൽ ഉത്തേജിപ്പിക്കുകയും ഹോർമോണുകളുടെ ഉൽപ്പാദനം ദ്രുതഗതിയിലാവുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ശരീരത്തിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ പ്രവർത്തനങ്ങളെ ത്വരിതഗതിയിലാക്കുന്നതിന് ഒരു സഹായകരമായിട്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് സ്പർശശക്തി ചികിത്സ. അപ്പോൾ സ്പർശശക്തി ചികിത്സയ്ക്ക് ആദ്യമായിട്ട് മുഖത്താണ് നമ്മളത് ചെയ്യുന്നത്. മുഖത്ത് അനേകം മുക്തോ ധനോസക്ത സാഗ്ന്യാംബ സ്വരൂപിണി, പ്രാണൻ്റെ ഇരിപ്പിടാണ്. മുഖ്യമായ പ്രാണൻ മുഖത്താണ് ഇരിക്കുന്നത്. പ്രാണൻ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ പ്രാണമയമാണ്, ജീവനാണ് എല്ലാം. പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാണൻ ഘനീഭവിച്ചിട്ടാണ് എല്ലാ ജീവവസ്തുക്കളും അജീവ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രാണൻ്റെ ഘനീഭാവം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാണൻ ഇരിക്കുന്നത് മുഖത്താണ്. മുഖത്ത് കൈവയ്ക്കുമ്പോൾ തന്നെ നമ്മളുടെ ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് ഇതാവും, ആക്ടിവൈസ് ആവും. അതായത് ഹെഡിൻ്റെ തലച്ചോറിനകത്തുള്ള ഹോർമോൺ സെക്രേഷൻ ദ്രുതഗതിയിലാവും. പിന്നീട് താഴെയുള്ള എല്ലാ ഗ്ലാൻഡ്സും ഹോർമോൺ അതോടൊപ്പം തന്നെ പ്രവർത്തിച്ചു തുടങ്ങും. അങ്ങനെ ഒരു നവചൈതന്യം, നവോന്മേഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ മാർഗമാണ് റെയ്ക്കി ചികിത്സാ രീതി. നിങ്ങളും കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾക്കുള്ളിൽ ശക്തി അപ്പം തന്നെ വരും, ഇത് പഠിച്ചിട്ടുള്ളവർക്ക്. ഇത് പഠിക്കാത്തവർക്കും കുറേയൊക്കെ ഈ ശക്തിയെ സ്വമേധയാ തന്നെ സ്വാംശീകരിച്ചെടുക്കാനുള്ള കാലിബറുള്ള ആളുകളും ഉണ്ട്. അത് ബൈ ബർത്ത്, ജന്മം കൊണ്ട് തന്നെ കിട്ടുന്ന ഒരു പുണ്യമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് അതിനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ കൈകളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹീറ്റ് അനുഭവപ്പെടും, ഇല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് പോലെ നമുക്കിങ്ങനെ അനുഭവപ്പെടും, ഇല്ലെങ്കിൽ ഒരു ടിംഗ്ലിങ് സെൻസേഷനായിട്ട് നമുക്കത് അനുഭവപ്പെടും. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു സൂത്തനിങ് ഫെദർ ടച്ച് ആയിരിക്കും, അത് സൂത്തനിങ് എഫക്റ്റ് ആയിരിക്കും. ഇതിനെയാണ് സ്പർശശക്തി ചികിത്സ എന്ന് പറയുന്നത്. സ്പർശശക്തി ചികിത്സ ഇന്ന് വളരെ വ്യാപകമായി പലരും അത് പഠിപ്പിക്കുന്നുണ്ട്, ചികിത്സിക്കുന്നുണ്ട്. ഇതൊരു ഹാൻഡ്സ്, എല്ലാ കൈകളും, എല്ലാവരും ബ്ലെസ്ഡാണ്. ഇവിടെയുള്ളവർ എല്ലാ ഹാൻഡ്സും ബ്ലെസ്ഡാണ്. വെറുതെ ഒന്ന് സ്പർശിച്ചാൽ മതി, ഒരു ഭയങ്കരമായ ഒരു സുഖം, നമുക്കത് അനിർവചനീയമായ ഒരു സൗഖ്യം പ്രദാനം ചെയ്യാൻ കഴിയും മറ്റൊരാൾക്ക്. മറ്റൊരാളുടെ ശരീരത്തിലെ ആ ഹോർമോണുകളെ, വെൽനസ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നമ്മളുടെ കൈകൾക്കുണ്ട്. ആ കൈകൾ അതേ രീതിയിൽ അതിൻ്റെ ആ ശക്തി കൂട്ടിക്കൊണ്ടുവരാൻ എല്ലാവരും പരിശ്രമിക്കുക. താങ്ക് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റെയ്ക്കി.